ചെറുതായിക്കൊണ്ട് സ്വർഗീയ ദർശനം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10 മുതൽ 11 വരെയും ഉള്ള വാക്യങ്ങളാണ്. ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ചെറിയവരിൽ ഒരുവനെപ്പോലും നിങ്ങൾ നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. കാരണം സ്വർഗത്തിൽ അവർ സദാ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ ദർശിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. കാവൽ മാലാഖമാർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ഈ മാലാഖമാരുടെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നത് ഏറ്റവും ചെറിയവരെ സ്നേഹിക്കുമ്പോഴും ഏറ്റവും ചെറിയവരായി തീരുമ്പോഴുമാണ്. സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ചരട് അഥവാ മാനദണ്ഡം എളിമപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിന്റെ ഓരോ ചുവടുവെപ്പും സ്വർഗത്തിലും ചലനങ്ങൾ തീർക്കുന്നതാകും, മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ സ്നേഹം തീർക്കുന്നതാകും. അതിൻ്റെ 4 മാനദണ്ഡങ്ങളാണ്, 4 പടികളാണ് നാം ഇന്ന് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടുള്ള വിനയത്തിൻ്റെയും തുറന്ന മനസ്സിൻ്റെയും പ്രാധാന്യത്തെ തിരുവചനം വരച്ചു കാട്ടുകയാണ്. ഒന്നാമതായി വിനയം. ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ താഴ്മയുടെ പ്രാധാന്യം ഈ ഭാഗം വ്യക്തമാക്കുന്നു. കുട്ടികൾ പലപ്പോഴും ശുദ്ധമായ ഹൃദയമുള്ളവരായി കാണപ്പെടുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം കുട്ടികളെപ്പോലെ വിനയാന്വിതരായി നിലകൊള്ളണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ താഴ്മയോടുകൂടെ നിലകൊള്ളേണ്ടത് ദൈവസാന്നിധ്യബോധം നിനക്ക് ഉണ്ടാകണം എന്നതുകൊണ്ടാണ്. നീ ദൈവത്തെ ഓർത്താൽ നിനക്കൊരിക്കലും അഹങ്കരിക്കുവാൻ സാധിക്കുകയില്ല. 2, തുറന്ന മനസ്സ്. കുട്ടികളെപ്പോലെ ദൈവസന്നിധിയിലേക്ക് നാം തുറന്നിരിക്കണമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികൾ പലപ്പോഴും യേശുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വീകരിക്കാൻ തുറന്നവരായി കാണപ്പെടുന്നു. ഈ തുറന്ന മനസ്സാണ് അവരെ ദൈവത്തിൽ വലിയവരാക്കുന്നത് എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ സ്വാഭാവികമായി നാം കാണുന്നതാണ്. അവരുടെ നിഷ്കളങ്കത എപ്പോഴും അവർ ദൈവത്തെയും മാലാഖമാരെയും കാണുന്നതാണ്. 3, പരിവർത്തനം. കുട്ടിക്കാലത്തെ വിനയവും പരാധീനതയും നഷ്ടപ്പെട്ട മുതിർന്നവർ വീണ്ടും കുട്ടികളെപ്പോലെയാകാൻ പരിവർത്തനം ചെയ്യേണ്ടതായി വരുമെന്ന് ഈ ഭാഗം സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും തങ്ങൾ രാജ്യത്തിലെ പൗരന്മാരാണെന്ന ധാരണയിൽ വളർത്തപ്പെട്ട കുട്ടികൾ സ്വർഗ രാജ്യത്തിലെ ഏറ്റവും ചെറിയവരെ പോലെ ഈ ഭൂമിയിൽ നിലകൊള്ളേണ്ടതുണ്ട് എന്ന്. കാരണം കർത്താവ് പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മനുഷ്യന് ഈ ഭൂമിയിൽ നടത്തുവാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിവർത്തനം വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്നതാണ്. അതിന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുനർജനനം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 4, കുട്ടികളുടെ സുവിശേഷീകരണം. കുട്ടികളുടെ സുവിശേഷവൽക്കരണം പ്രധാനമാണെന്ന് ഈ ഭാഗം സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് കുട്ടികളെ മതപരിവർത്തനം ചെയ്യുവാൻ ഉള്ള ശ്രമമല്ല, മറിച്ച് അവരിലുള്ള ദൈവത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നതാണ് സത്യം. പകരം യേശു അവരെ അംഗീകരിക്കുന്നുവെന്നും അവർ ദൈവരാജ്യത്തിൻ്റെ മാതൃകാ പൗരന്മാരാണെന്നുമുള്ള സന്ദേശം, സുവാർത്ത കുട്ടികളുമായി പങ്കുവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ കുഞ്ഞിനെയും നാം മതബോധനത്തിന് ഇരുത്തുന്നത് അവരിലുള്ള ദൈവത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനാണ്. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള വലിയ പദ്ധതിയെ അന്വർത്ഥമാക്കുവാൻ വേണ്ടിയാണ്. പ്രിയരെ, നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിക്ക് മുന്നിൽ നമുക്കെന്നും ശിശുക്കളായി നിലകൊള്ളാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്മയിൽ ഞങ്ങളെ സൂക്ഷിക്കണേ.